ശ്രീജിത്തെ ക്യാപ്റ്റൻ മേജർ, ഒന്ന് വി ഡി സതീശൻ, മറ്റേത് രമേശ് ചെന്നിത്തല. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന തർക്കമാണ് ഈ ക്യാപ്റ്റനും മേജറും രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കുറച്ച് നാളുകളായി തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ നേടി വലിയ വിജയത്തിന് പിന്നാലെയായിരുന്നു ഈ ചർച്ചകൾ മുഴുവൻ ഉണ്ടാകുന്നത്. അവർ വലിയ പ്രതീക്ഷയിലാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ നാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ 100-ലധികം സീറ്റുകളിലാണ് ഇപ്പോൾ കോൺഗ്രസ് വിജയിച്ച് നിൽക്കുന്നത്. വെറും 11 സീറ്റുകളിൽ BJP, 19 സീറ്റുകളിൽ മാത്രമാണ് ചുരുങ്ങിയിരിക്കുന്നത് LDF. അതിനുശേഷമാണ് ഇവർക്ക് വലിയ രീതിയിൽ ഈ പ്രതീക്ഷ വർദ്ധിക്കുകയും അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആരാണ് അടുത്ത മുഖ്യമന്ത്രി, കാരണം 100 സീറ്റുകൾ വിജയിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പോഴേക്കും അവർ വീണ്ടും ചർച്ച ആരംഭിച്ച് ആരാണ് മുഖ്യമന്ത്രി. അതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ഉണ്ടായപ്പോഴാണ് NSS പരസ്യമായ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണ്. NSSൻ്റെ ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ വിളിക്കുന്നു. പിന്നീട് ഈ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട്, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടും വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പിന്തുണയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചത്. രമേശ് ചെന്നിത്തലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് പലരും സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു വലിയ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രിയാക്കുന്നത്. ആഭ്യന്തരമന്ത്രി അതിനുശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അന്നും രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് മത്സരം കടുക്കുകയും അത് 2016-ലും 2021-ലും അങ്ങനെ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 2016 മുതൽ 2021 വരെയുള്ള കാലത്ത് VD സതീശനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇദ്ദേഹം നല്ല മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് എത്ര അഴിമതി കഥകളാണ് അദ്ദേഹം പുറത്തു വന്നത്. അപ്പോഴാണ് ഇടുത്തി വീഴ് പോലെ ഈ കൊറോണ വരുന്നത്. കൊറോണ വന്നതിന് ശേഷം 6 മണി കഴിഞ്ഞാൽ ഒരാളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ, അത് പിണറായിയുടെ മുഖമാണ്. അല്ലാതെ രമേശ് ചെന്നിത്തലയെ കാണാൻ കഴിയില്ലല്ലോ. കാരണം അദ്ദേഹം മാസ്കും ഇട്ട് എവിടെയെങ്കിലും അല്ലെ പുറത്തിറങ്ങിയാൽ കേസ്. കൊറോണയായിരിക്കാം പിണറായിയെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചത് അല്ലേ? അന്ന് രമേശ് ചെന്നിത്തല എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, നല്ല രീതിയിൽ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് നന്നായി. പക്ഷെ അന്ന് ഈ മാധ്യമങ്ങളിലൂടെ പറയാനോ നേരിട്ട് പറയാനോ പ്രതിഷേധിക്കാനോ ഒന്നും പറയാത്ത അവസ്ഥയിൽ കൊറോണ പിണറായിയെ രക്ഷപ്പെടുത്തി എന്ന് തന്നെ പറയാല്ലേ? അല്ല, കാരണം നാം പിന്നെ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാണുന്നില്ല. നാമെല്ലാം കാത്തിരിക്കുന്നതാണ് ഒരു 6-7 മണിയാകുമ്പോഴേക്കും പിണറായി വിജയൻ ഇത്തരത്തിലല്ലേ ഒരു വാർത്താ സമ്മേളനം നടത്തും. അതിലാണ് പ്രഖ്യാപനങ്ങൾ. നാളെ പുറത്തിറങ്ങാമോ, എവിടെയെല്ലാം എത്ര പേർക്ക് കോവിഡായി, ഏതെല്ലാം പ്രദേശങ്ങളിലാണ് കോവിഡ് വർധനവ്, പിന്നെ അതോടൊപ്പം തന്നെ ജനങ്ങൾ ഈ സഹായങ്ങൾ നൽകുമല്ലോ, അത് വായിക്കും അല്ലെ. അങ്ങനെ ചെറിയ സഹായങ്ങൾ നൽകുമ്പോഴും ആട് വിറ്റും അതോടൊപ്പം തന്നെ കുടുക്ക പൊട്ടിച്ചും എല്ലാം പണം നൽകുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ ഇരുന്നു കാണുകയാണ് ആൾക്കാർ. മറിച്ച് പ്രതിപക്ഷ നേതാവിനും ബാക്കി MLA-മാർക്ക് പോലും റോളില്ല. അവസാന ഘട്ടത്തിൽ ഈ ആരോഗ്യമന്ത്രിയെ തന്നെ ഒതുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. പൂർണ്ണമായി തന്നെ ആരോഗ്യമന്ത്രിയെ ഒതുക്കി പിണറായി വിജയൻ തന്നെ അവിടെ മുഖ്യമന്ത്രിയായി വാർത്താ സമ്മേളനം നടത്തുകയാണ്. ആ കാലഘട്ടത്തിൽ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ കഷ്ടകാലമായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ കഷ്ടകാലങ്ങളുടേതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുമ്പോൾ അറിയാം, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസിലായാലും KSUവിലായാലും ഒപ്പം പ്രവർത്തിച്ചവർ പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും അടക്കം പല പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഒരിടത്തും എത്താത്തത് ഈ രമേശ് ചെന്നിത്തല മാത്രമാണ്. ഈ മമതാ ബാനർജി, ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കമുള്ളവർ ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്നപ്പോൾ അന്ന് രമേശ് ചെന്നിത്തലയോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ആ പ്രതിസന്ധി തന്നെയാണ്, ആ ഭാഗ്യക്കേട് തന്നെയാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. രമേശ് ചെന്നിത്തല ഇപ്പോൾ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുകയാണ്, എനിക്ക് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ ലഭിക്കും, അതോടൊപ്പം തന്നെ ഞാൻ വലിയ രീതിയിൽ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന്. പക്ഷെ കോൺഗ്രസിനൊരു രീതിയുണ്ട്. കാരണം തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അവർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഈ മുഖ്യമന്ത്രി ഇവർക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നു, അതിനുശേഷം ഹൈക്കമാൻഡ് ഒരാളെ കേരളത്തിലേക്കോ ഒരു സംസ്ഥാനം, ഉദാഹരണം കർണാടക തന്നെ നോക്കാം. കർണാടകയിൽ ഇങ്ങനെയായിരുന്നു, BJP സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ട് അവിടെ ശിവകുമാറും സിദ്ധരാമയ്യയും അധികാരത്തിലേക്ക് വരികയാണ്. 2 പേര് MLA ജയിക്കുന്നു, അവിടെ പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നു. അതിനുശേഷം ഹൈക്കമാൻഡിൽ നിന്നും ഒരാൾ കർണാടകയിൽ എത്തിയിട്ട് MLA-മാരോടാണ് ചോദിക്കുന്നത് ആരെയാണ് മുഖ്യമന്ത്രിയായി വേണം. അപ്പോൾ അതിൽ ഭൂരിപക്ഷം ആർക്ക് ലഭിക്കുമോ അവരാണ് മുഖ്യമന്ത്രിയാകുന്നത്. അങ്ങനെ എണ്ണിയപ്പോഴാണ് DK ശിവകുമാറിന് MLA-മാരുടെ പിന്തുണ കുറവും സിദ്ധരാമയ്ക്ക് കൂടുതൽ. അങ്ങനെയാണ്, അല്ലാതെ ജനകീയമായി നമുക്ക് നോക്കിയറിയാം, ശിവകുമാറാണ് ഈ ഹൈക്കമാൻഡുമായി ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്നത്, അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് പിന്നെ
ഈ ശിവകുമാറിനാകാൻ കഴിയുന്നില്ല. അതാണ് MLA-മാരുടെ കഴിവ്. അങ്ങനെ ഒരു കോൺഗ്രസ് വിജയിച്ചു കയറുകയാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ വിജയിച്ച് കയറാൻ സാധ്യതയുള്ളത് കോൺഗ്രസിലെ യുവ നേതാക്കളായിരിക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനും അതോടൊപ്പമുള്ള ഇപ്പോഴുള്ള പുതിയ തലമുറ നേതാക്കളായിരിക്കും UDF-ന് തരംഗമുണ്ടാവുകയാണെങ്കിൽ ജയിച്ചു കയറുന്നത്. അവർ ഒരു കാലത്തും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. അവർ പൂർണ്ണമായി തന്നെ VD സതീശനെ പിന്തുണയ്ക്കും. അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിനിധി വരികയാണെങ്കിൽ അവർ ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ VD സതീശൻ്റെ പേരാണ് അവർ മുന്നോട്ട് വയ്ക്കാൻ സാധ്യത. അത് നാം നിലമ്പൂരും കണ്ടിട്ടുണ്ട്, പാലക്കാടും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ യുവതലമുറയ്ക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നത് ഈ VD സതീശനാണ്. VD സതീശനുമായി ബന്ധപ്പെട്ട് നാം എന്ത് ചിത്രങ്ങൾ നോക്കിയാലും അറിയാം. ഈ ഇടമലം, രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള യുവ നേതാക്കളെയാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ഇവരൊക്കെ എടുത്ത ഒരു മുന്നേറ്റമുണ്ട്, ഒരു യുവ തരംഗം ഭയങ്കര. അത് ഒരു പക്ഷേ LDF-നും BJP-ക്കും ഇല്ലായിരുന്നു. ഇവര് നിരന്ന് നിന്ന് ഇവരുടെ ഒരു പ്രചരണ രീതി പ്രത്യേക ഒരു വൈബാണ്. അല്ല, അത് ആരോടൊപ്പമാണ് നിൽക്കുന്നത്? VD സതീശനോടൊപ്പമാണ് ഇവർ എല്ലാ ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നതും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പാലക്കാട്ട് ജില്ലാ കമ്മിറ്റി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ്? മുരളീധരന് വേണ്ടിയാണ് സീറ്റ് ആവശ്യപ്പെട്ടത്. പക്ഷേ VD സതീശൻ്റെയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൻ്റെയും ഒറ്റ പിടിവാശിയിലാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ മത്സരിക്കുന്നത്. അല്ലാത്ത പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ട ആർക്ക് വേണ്ടിയാണ്? ഈ മുരളീധരന് വേണ്ടിയാണ്, മുരളീധരന് വേണ്ടിയാണ്. മുരളീധരൻ എന്താ നേമത്തും പരാജയപ്പെട്ടു, തൃശ്ശൂരിലും പരാജയപ്പെട്ടു, അതുകൊണ്ട് അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിക്കണം, അതുകൊണ്ട് ഈ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയാണ്. പക്ഷെ അവിടെയും പ്രധാനപ്പെട്ട വോയിസ് ഉണ്ടായിരുന്നത് VD സതീശനാണ്. VD സതീശന് വേണ്ടിയാണ് ഇപ്പോഴുള്ള യുവ നേതാക്കൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു UDF തരംഗം ഉണ്ടാകുകയാണെങ്കിൽ ഈ പഴയ നേതാക്കൾ കുറച്ച് പേരുണ്ടല്ലോ, അവരൊന്നും ഇനിയും വിജയിച്ച് വരാനുള്ള സാധ്യത കാണുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ തന്നെ എടുത്താൽ നമുക്കറിയാമോ, വിഷ്ണുനാഥ്, അതോടൊപ്പം തന്നെ റോജി, ഈ ഷാഫി പറമ്പിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം. ആ രീതിയിലുള്ള പരിശോധിക്കുമ്പോൾ മുഴുവൻ യുവ നേതാക്കളാണ്. മറുപക്ഷത്താണ് സീനിയർ നേതാക്കളുള്ളത്. MLA-മാരെ എടുത്തു നോക്കിയാൽ നമുക്ക് അവിടെ ഒരു സച്ചിൻ ദേവ് അല്ലേ, ഒരു വിജിൻ അടക്കമുള്ള കുറച്ചു പേർ മാത്രമാണ് ആ മറുഭാഗത്തുള്ള. അവിടെ മുഴുവൻ സീനിയറാണ്. ഈ ശൈലജ, പിണറായി വിജയൻ അടക്കമുള്ള സീനിയർ നേതാക്കൾ. ഈ ഗോവിന്ദൻ MLA ആണ്. LDF-ന്റെ ഒരു പരാജയം തന്നെ യുവ തരംഗത്തെ, യുവ ആൾക്കാരെ ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നുള്ളത്. സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല, അത് തന്നെയാണ് അവരുടെ പരാജയം. ഒരു എങ്ങനെയോ ഈ പറഞ്ഞ രണ്ടാം തരംഗത്തിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇനി എടുത്തു പറയാൻ LDF-ൽ ആരുമില്ല. പക്ഷെ അതേസമയം UDF-ൽ കടന്നു വരുന്ന കുറെ യുവ നേതാക്കന്മാർ, കാരണം അവർക്ക് സാധ്യത കൊടുക്കുന്നു. അല്ല, യുവ നേതാക്കൾക്ക് അവസരം നൽകുന്നത് ആരാണ്? VD സതീശനാണ്. VD സതീശന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി കസേരയാണ്. അദ്ദേഹം ആ കസേരയിൽ അധികാരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ ഇരിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഇദ്ദേഹത്തിന് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ ആദ്യം ലഭിക്കാൻ പോകുന്നത് KC വേണുഗോപാലിനായിരിക്കും. അല്ലെ, അങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നത് ആരാണ്? വേണുഗോപാലാണ്. അങ്ങനെ വേണുഗോപാൽ അവിടെ മുഖ്യമന്ത്രിയായി പോട്ടെ എന്നല്ലേ പറയുകയുള്ളൂ. അല്ല, രമേശ് ചെന്നിത്തലയുടെ കാലം കോവിഡ് കൊണ്ട് തീർന്നിട്ടില്ല. അദ്ദേഹം വീണ്ടും തുടരുകയാണ്. അദ്ദേഹത്തെ ആദ്യം കോവിഡ് പിടികൂടിയെങ്കിൽ ഇപ്പോൾ യുവ നേതാക്കളാണ് പിടികൂടാനുള്ള സാധ്യത. അവർ കൃത്യമായി തന്നെ VD സതീശന് പിന്നിൽ അണിനിരക്കും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി മറ്റുള്ളവർ കാണുന്നതും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നതും ഈ മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ്. മുസ്ലിം ലീഗ് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുമോ എന്നൊരു ഭയം എല്ലാവർക്കുമുണ്ട്. അത് VD സതീശനുമുണ്ട്. കാരണം ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് തന്നെ ഈ VD സതീശനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഹങ്കാരിയാണ്, സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കുന്നു, അതോടൊപ്പം തന്നെ ലീഗിനെ അവഗണിക്കുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി വരുന്നുണ്ട്. പക്ഷേ ലീഗിൻ്റെ തന്നെ യുവതലമുറ നേതാവുണ്ട്, യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഫിറോസ് അടക്കമുള്ളവർ ആരാണ്? ഫിറോസ് അടക്കമുള്ളവരും VD സതീശനോടൊപ്പം സഞ്ചരിക്കുന്നത്. നമ്മൾ നിലമ്പൂരിലെ പല വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്ന് ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ്, രാഹുൽ മാങ്കൂട്ട, അതോടൊപ്പം ഉള്ളത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റായ ഈ ഫിറോസാണ്. അങ്ങനെ യൂത്ത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ യുവതലമുറ മുഴുവനും VD സതീശനോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല പഴയ ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അങ്ങനെ അധികാരം ലഭിക്കുകയാണെങ്കിലും ഉറപ്പായി തന്നെ VD സതീശനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി.